സേ എക്സാം ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കൂ. സേ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലും അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേ എക്സാമിന്. അപ്പൊ നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ട എക്സാമാണ് സേ എക്സാം. അപ്പം ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കൂ, ഞാൻ പറയുന്നതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഹലോ ഡിഎസ്, അപ്പൊ നമ്മുടെ സേ എക്സാം എഴുതാൻ പോകുന്ന ചങ്കുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പം അതിപ്പം ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, മാത്സ് നിങ്ങൾ എങ്ങനെ പഠിക്കണം, അതുപോലെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ലൈവ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈവ് ആയിട്ടുള്ള സെഷൻസ് ഒപ്പം തന്നെ അത് ആപ്പിൽ എന്താവുകയാണ്, റെക്കോർഡഡ് ആവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ആപ്പിൽ റെക്കോർഡായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അതിനകത്ത് ക്ലാസ്സുകളിൽ പോയി പെടാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ശ്രദ്ധിക്കുക. അവിടുത്തെ ഡെമോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കുക. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണോ അതോ ബാച്ച് ക്രിയേറ്റ് ചെയ്ത് റെക്കോർഡർ ആയിട്ടുള്ള ക്ലാസ്സുകൾ വിട്ടുതരികയാണോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. നമ്മൾ ലൈവ് ആയിട്ടുള്ള സെഷനുകളും ഒപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ആപ്പിൽ റെക്കോർഡഡ് ആണ്. ഒപ്പം തന്നെ നമ്മൾ പ്രീവിയസ് അതിനകത്ത് നിങ്ങൾക്ക് മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാൻ അതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുള്ള അതിന്റെ വീഡിയോസും അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ എവിടെ പോകുമ്പോഴും അവിടുത്തെ ക്ലാസ്, കാരണം പല സ്റ്റുഡൻസിന്റെയും പല കമന്റുകളും പലയിടത്തും എനിക്ക് കാണാൻ സാധിച്ചു. അതിനകത്ത് പലയിടത്തും ജോയിൻ ആയി, പക്ഷേ ലൈവ് ഇപ്പോഴും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ ജോയിൻ ആകുമ്പോൾ ഇതൊക്കെ അന്വേഷിച്ചല്ലേ നിങ്ങൾ ജോയിൻ ആകേണ്ടത്. അവിടെ ലൈവ് ഉണ്ടോ അതോ റെക്കോർഡഡ് ആണോ, ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണോ, മലയാളത്തിലൊക്കെ പറഞ്ഞു തന്നെ അത് വേണ്ടവരുണ്ടാകും. മലയാളത്തിൽ വരെ പറഞ്ഞു തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ സിമ്പിൾ ആക്കി പറഞ്ഞു തരുന്ന ക്ലാസ്സുകളാണോ അല്ലെങ്കിൽ സാധാരണ ലെവൽ ക്ലാസ്സുകളാണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നിങ്ങൾ ജോയിൻ ആകേണ്ടത്. അപ്പൊ അതിനകത്ത് അത് മാത്രമല്ല, അവിടുത്തെ റിസൾട്ടുകൾ കൂടി നിങ്ങൾ അന്വേഷിച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമാകും. നമ്മുടെ റിസൾട്ടുകളെ കുറിച്ച് അറിയാൻ ഇതാ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പം വരും, കംപ്ലീറ്റ് 6 മാർക്കുള്ള വരും. അത് മാത്രമല്ല, ഇനിയിപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകണ്ട എന്ന് വിചാരിച്ചാണ് നമ്മുടെ റിസൾട്ടുകൾ വീണ്ടും കൂടുതൽ പറയാത്തത്. എന്നാലും ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പുതുതായി കാണുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞേക്കാം. ഒപ്പം തന്നെ ഞാൻ കെമിസ്ട്രി നിങ്ങൾ എങ്ങനെ പഠിക്കണം, ബയോളജി, മാത്സ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോകൾ വരും. അപ്പൊ ഈ വീഡിയോ ഞാൻ കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ ബാച്ചിൽ ഇതിനകത്ത് ഫെയിലായി ജോയിൻ ആവുന്നത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ്. സോ നോക്കൂ, നിങ്ങൾ ഈ ഒരു സ്റ്റുഡന്റ് തന്നെ അതിനകത്ത് ഇവര് ഫെയിലായി വന്നിട്ട് 9 മാർക്കിനാണ് കെമിസ്ട്രി. അതിനകത്ത് ഇവര് സെക്കൻഡ് ഇയർ 9 മാർക്കിൽ ഇപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ റിസൾട്ട് കണ്ടോ. അവര് കെമിസ്ട്രിയിൽ അവരുടെ +2 മാർക്ക് നോക്കൂ, 36. +2 മാത്രം ഡബിൾ പാസ് കിട്ടി. ബയോളജി കണ്ടോ 40 അറൗണ്ട് മാർക്ക് കിട്ടി. അതുപോലെ ഈ ഒരു സ്റ്റുഡന്റ് നോക്കൂ, ഇവർ ഫെയിലായി. പിന്നെ നിങ്ങളെ പോലെ ഫെയിലായി, പിന്നീട് എന്ത് ചെയ്തു, സേ എക്സാം എഴുതാൻ നോക്കി. പക്ഷെ അപ്പൊ തനിയെ പ്രിപ്പയർ ചെയ്തായിരുന്നു. സേ എക്സാമും അതിനകത്ത് ഫെയിലായി. പിന്നെ +1ഉം +2ഉം എഴുതണം എന്നുള്ള റൂൾ ആ സമയത്ത് വന്നു. +1ൽ അപ്പോൾ പിന്നീടാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുന്നത്, 3ാമത്തെ സമയത്ത് ടൈമിൽ. എന്നിട്ട് കെമിസ്ട്രി എഴുതി കണ്ടോ ഡബിൾ പാസ്. +1ന്റെ റിസൾട്ട് ഇംപ്രൂവ്മെന്റിന്റെ ഒപ്പം വന്നപ്പോൾ തന്നെ അവർക്ക് ഡബിൾ പാസ്. പിന്നെ +2ന്റെ റിസൾട്ട് അവർക്ക് അതിനകത്ത് ഓൾറെഡി അവർ പാസ്സായി. പിന്നെ +2ന്റെ വന്നപ്പോൾ അതിനേക്കാളും മാർക്ക് 46, ഒരു 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന് പോലും A+ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു കേസ് ഇവരുടെ മാർക്ക് 6 മാർക്കായിരുന്നു സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയുടെ മാർക്ക്. അതിനകത്ത് TE മാർക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് പിന്നീട് എത്ര മാർക്കായി, അതിലോട്ട് അവര് TE മാർക്ക് 35 മാറിയ ഒരു കേസുകൾ. അതുപോലെ തന്നെ 6-32 ആയ കേസുകൾ, 5-24 ആയ കേസുകൾ. ഇവരൊക്കെ ഈ ഒരു കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മുടെ ബാച്ചിൽ ഇവരൊക്കെ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അതിനകത്ത് എന്തായി 24 അതുപോലെ 27 ഈ പയ്യനൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 28 അതുപോലെ തന്നെ 9, 31 40 അറൗണ്ട് +2 ഫിസിക്സിൽ നിങ്ങൾ നോക്കണം ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന്. പിന്നെ 17, 30 അങ്ങനെ 10, 28 ഒരുപാട് കേസുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പം ഇത് ബയോളജിയും മാത്സും അതിനകത്ത് ആദ്യം അവർ എഴുതി ഫെയിലായി. പിന്നെ അവര് അതിനകത്ത് സേ എക്സാം തനിയെ പ്രിപ്പയർ ചെയ്തു, ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയപ്പോൾ കണ്ടോ മാത്സും ബയോളജിയും ക്ലിയർ ആയി. ഇത് SSLCക്കൊക്കെ മിനിമം 3-4 A+ എന്ന് പറഞ്ഞാൽ എന്നിപ്പം ഒരു മിനിമം A+ അല്ലേ. അപ്പൊ ഈ വർഷം കുറച്ച് കുറവാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ A+ വാരിക്കോരി കിട്ടുന്ന ഒരു സമയമായി. എന്നിട്ട് പോലും 3-4 A+ ഉള്ള പയ്യന്. എന്നിട്ട് +1ൽ നമ്മുടെ ബാച്ച് റിസൾട്ട് കണ്ടോ, അവന് റീവാലുവേഷൻ കൊടുത്ത് A+ ആയ ഒരു സബ്ജക്റ്റിൽ കെമിസ്ട്രി അറൗണ്ട് ഫുൾ മാർക്ക്, ബയോളജി അറൗണ്ട് ഫുൾ മാർക്ക്, മാത്സ് അവരുടെ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. അവന് SLCക്ക് മാർക്ക് കുറവായിരുന്നു. BHC ആയിരുന്നു ജോയിൻ ആയത്. എന്നിട്ടും അതിനകത്ത് എന്ത് വന്നു, മാത്സ് അവര് പുറത്തുനിന്ന് പഠിക്കാം. അങ്ങനെ മാത്സ് സ്കൂളിലൊന്നും ഇല്ല, പക്ഷെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയി സൈഡായി മാത്സ് പഠിച്ചതാണ്. വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് അവരുടെ സ്ട്രീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും പിന്നെ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ സബ്ജക്റ്റ് ഒക്കെ ആയിരുന്നു, ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിനകത്ത് മാത്സ് സൈഡായിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന് മാത്രം പഠിച്ചതാണ് സീരിയസ്നെസ് കൊടുക്കണം. എന്നിട്ടും കണ്ടോ മാർക്ക്. മറ്റ് സബ്ജക്റ്റുകൾ അവർ സ്കൂളിലുണ്ടായിരുന്നു. നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ആയി. അപ്പം അതിനകത്ത് A+ കിട്ടിയത് കണ്ടില്ലേ, മറ്റ് സബ്ജക്ട് അറൗണ്ട് ഫുൾ മാർക്ക് കിട്ടിയത് കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ ഇത്തവണ +1 3ാമത്തെ തവണ അതിനകത്ത് ആദ്യം ഫെയിലായി, വീണ്ടും ഫെയിലായി. പിന്നെ നമ്മളെ കുറിച്ച് അറിഞ്ഞ് ജോയിൻ ആയി. ഇത്തവണ +1ന്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ പാസ്സായ കേസുകളൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ എല്ലാം അതിനകത്ത് കാണിച്ചു. ഇതിപ്പോ നമ്മുടെ ഇമ്പോർട്ടന്റ് കേസുകൾ മാത്രമാണ്, അതല്ലാത്ത ഒരുപാട് കേസുകൾ ഞാൻ ഇത് കൂടിയ മാർക്കുള്ള റിസൾട്ടുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് അറിയാൻ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് 77
നമ്പർ ഇവിടെ എഴുതാം 77 36 70 70 45. ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കണം അതിനകത്ത് എന്ന് ഞാൻ പറയാം. പലരും ചെയ്യുന്ന മണ്ടത്തരങ്ങളിൽ എക്സാം ഫെയിൽ ആകുന്നതിന്റെ കാരണങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. 77 36 70 70 45. അപ്പം കെമിസ്ട്രിയിലെ മണ്ടത്തരം മിസ്റ്റേക്ക്, പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇനി ഫിസിക്സുമായി ബന്ധപ്പെട്ടതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജി വീഡിയോസ് ഒക്കെ വരും. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിയിൽ അതിനകത്ത് ഇപ്പം നമുക്ക് സമയം കിട്ടാൻ ഞാൻ പറഞ്ഞു ബാച്ചുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് തിരക്കുകളാണ്. അതുകൊണ്ടാണ് യൂട്യൂബിൽ പോലും നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഒരു സിമ്പിൾ ആക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിൽ ജോയിൻ ആകാൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ യൂട്യൂബിൽ നമ്മുടെ സമയം അനുസരിച്ചാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക. ഒപ്പം തന്നെ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇപ്പം അതിനകത്ത് നമുക്ക് സമയം അധികം കിട്ടുന്നില്ല. എന്നാലും കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാൻ വയ്ക്കാം. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ വരും, അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വരും ഡയറക്ട്ലി. അപ്പൊ അതുപോലെ തന്നെ പറ്റുന്ന സമയം അനുസരിച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ ചെയ്യാൻ നോക്കാം കമ്മ്യൂണിറ്റിയിൽ. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകാനും മറക്കണ്ട. അപ്പം അതിനകത്തെല്ലാം നമ്മുടെ ഒരു തിരക്ക് കാരണമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ സൊല്യൂഷൻസ്, ഇതിനകത്ത് വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലരും പറയുന്ന ഒരു സംഭവം ഓർഗാനിക് അങ്ങ് സ്കിപ്പ് ആക്കുക എന്നുള്ളൊരു സംഭവം. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഇരിക്കുന്നുണ്ട്, ഞാൻ പറയാം. ഓർഗാനിക്കിൽ മാത്രം നോക്കൂ. ഹാലോ ആൽക്കീൻസിൽ 9, ആൽക്കഹോൾ ഫീനോളിൽ 7. അപ്പൊ 9ഉം 7ഉം 16 ആയില്ലേ. പിന്നെ ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് അപ്പൊ എത്രയായി 9. അപ്പൊ എത്രയായി 9ഉം 7ഉം 16ഉം 9ഉം 25. പിന്നെ അമീൻസ് 30 മാർക്ക്, 5 25 5 30ആയി. അപ്പൊ 30 മാർക്ക് കണ്ടോ ഓർഗാനിക് എന്നാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മറ്റത് പഠിച്ചിട്ട് മറ്റത് ഇപ്പൊ എത്രയാ 10 9 8 7 എല്ലാം കൂടി കൂട്ടിയാൽ അത്യാവശ്യം മാർക്ക് ആവില്ലേ, ഇവിടെയും 4 ബയോമോളിക്കുളൊക്കെ ഇല്ലേ. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, സൊല്യൂഷൻസ് ന്യൂമറിക്കൽ വരിക. ന്യൂമറിക്കൽ തന്നെ ചിലപ്പം ലെവല് നിങ്ങൾ മനസ്സിലാക്കുക. സേ എക്സാം എന്താണ്, പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് സേ എക്സാം ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കൂ. സേ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സേ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഒരുപാട് എന്താണ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിലും അതുപോലെ തന്നെ കുറച്ചുകൂടി എന്താ പറയാ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേ എക്സാമിന്. അപ്പൊ നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ട എക്സാമാണ് സേ എക്സാം. അപ്പം ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യണം. കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കൂ. സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്താണ് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാവുന്ന രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് സേ എക്സാമിന് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനും ആ രീതിയിലായിരിക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പം നിങ്ങൾ ഈ സേ എക്സാമിന് ഇതിനകത്ത് ഇപ്പം സൊല്യൂഷൻസിൽ ന്യൂമറിക്കൽ വരും. ഇപ്പം ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ പബ്ലിക്കിന് 2025 പബ്ലിക്കിനെ കണ്ടിരുന്ന 2 മാർക്കിന് ന്യൂമറിക്കൽ വന്നു. പിന്നെ 3 മാർക്കിന് 4 മാർക്കിന് സെഷനിൽ, അതായത് എന്തായാലും 5 മാർക്കോളം ന്യൂമറിക്കൽ അതിനകത്ത് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 മാർക്കിനും 2 മാർക്കിനും അല്ലെങ്കിൽ 3 മാർക്കിനും 2 മാർക്കിനും ന്യൂമറിക്കൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് സൊല്യൂഷൻസിൽ നിന്ന് നമ്മൾ പകുതി മാർക്കോളം അങ്ങനെ ന്യൂമറിക്കലായി പോയില്ലേ. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽ വരും, അതുപോലെ കൈനറ്റിക്സിൽ ന്യൂമറിക്കൽ വരും. അപ്പൊ അവിടെയൊക്കെ ഒന്ന് വാല്യൂ പോയാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് ഇതിനകത്ത് ചിന്തിച്ച് എഴുതാൻ പറ്റിയില്ലെങ്കിലൊക്കെ ആ ലെവലിൽ നിങ്ങൾ പഠിച്ചാലേ അത് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് മാത്രം പഠിച്ചു പോകുക എന്നുള്ളത് എന്താണ് റിസ്ക് ആണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന് അതിനകത്ത് ഞാൻ പറഞ്ഞു 9 മാർക്കുമായിട്ട് വന്നവർക്ക് 30 മാർക്ക്. അപ്പൊ ഈ നമ്മൾ 30 മാർക്കിന് പഠിച്ചാൽ നമുക്ക് അതിന്റെ പകുതിയെ നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കാവും. അപ്പൊ നമ്മൾ മാക്സിമം മാർക്കിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറ്. നമ്മൾ ഓർഗാനിക് ഒരിക്കലും സ്കിപ്പ് ആക്കണം എന്ന് പറയില്ല. ഓർഗാനിക്കിൽ തന്നെ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഓർഗാനിക്കിൽ ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രി അല്ലെങ്കിൽ സൊല്യൂഷൻ കൈനറ്റിക്സിനേക്കാളൊക്കെ സിമ്പിൾ ആയിട്ട് കോഡ് വെച്ച് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. അത് പഠിച്ചാലാണ് നിങ്ങളുടെ സാധ്യത. മറ്റേത് റിസ്ക് ആണ്. ഇൻ കേസ് എക്സാമിൽ അതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം എഴുതാൻ പറ്റുള്ളൂ. +1 +2 എഴുതണം എന്നൊക്കെ കഴിഞ്ഞ വർഷം റൂൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ റൂൾ ചേഞ്ച് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടാകും കാര്യങ്ങൾ. അപ്പൊ അതിന് എക്സാം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യണമെങ്കിൽ കൃത്യമായ പ്രിപ്പറേഷനോട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓർഗാനിക് സ്കിപ്പ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് എക്സാമിന്റെ വെയിറ്റേജ് ആണ് കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ജനറലി കാണുന്ന ഒരു വെയിറ്റേജ് ആണ് 10 മാർക്ക് സൊല്യൂഷൻസ്, ചിലപ്പോൾ 9 ആകാം. ഇലക്ട്രോ കെമിസ്ട്രി 10 9 അങ്ങോട്ടും ഇങ്ങോട്ടോ 1 മാർക്ക് മാറാം. കൈനറ്റിക്സ് 8 7 ഒക്കെ വരാം, ചിലപ്പോൾ 9 വരാം. D&F 7 അല്ലെങ്കിൽ 6 കാറ്റഗറിയിലോട്ടാണ്. കോർഡിനേഷൻ 10 എന്ന രീതിയിൽ. അപ്പൊ ഇതിനകത്ത് ആലോ ആൽക്കീൻസ് ആൽക്കോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ സ്കിപ്പ് ആക്കരുത്. അത് നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് വലിയൊരു മണ്ടത്തരമാണ്. കാരണം സെലക്ട് ചെയ്ത് പഠിക്കുന്നത് സേ എക്സാമിനും ബുദ്ധിയല്ല എന്നാണ് ഞാൻ പറയുക. സേ എക്സാമിന് പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. കാരണം ഈ ഫീൽഡിൽ ഞാൻ എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതിനകത്ത് എന്ത് ചെയ്യുക, ഓർഗാനിക് സ്കിപ്പ് ആക്കാണ്ട് തന്നെ പഠിക്കുക. എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് നൽകി നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പം
ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോമോളിക്യൂൾ കുറച്ചുകൂടി പഠിക്കാൻ എളുപ്പമാണ്, കൈനറ്റിക്സ് കുറച്ചുകൂടി എളുപ്പമാണ്, ഇലക്ട്രോ കെമിസ്ട്രി കുറച്ചുകൂടി തിയറി കുറെ വരുന്ന ഭാഗങ്ങളുണ്ട്, സൊല്യൂഷൻസ് നിങ്ങൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അതും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ DNF അതിനകത്ത് എളുപ്പമുള്ളതുകൊണ്ട് എന്നാലോ കുറച്ചുകൂടി മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. കോർഡിനേഷൻ അതിനകത്ത് കുറച്ചുകൂടി ബാലൻസ് ബോർഡ് തിയറി ഉണ്ട്, എന്നാലും മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓർഗാനിക് അതിനകത്ത് കോഡുകൾ വെച്ചാൽ സിമ്പിൾ ആണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ അതിനകത്ത് വെയിറ്റേജ് ഒക്കെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ എന്തായാലും ഇനി ബാച്ചുമായി ബന്ധപ്പെട്ട ബാച്ചിൽ ഇപ്പോഴും ജോയിൻ ആകാം. ലൈവ് ക്ലാസ്സുകളൊന്നും മിസ്സാവില്ല, എല്ലാം റെക്കോർഡായിട്ട് അതിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 77 36 70 70 45. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ അടുത്ത മാത്സിന്റെ, ഫിസിക്സിന്റെ, ബയോളജിയുടെ വീഡിയോ ആയിട്ട് വരും. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.